ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് വെറും യുദ്ധങ്ങളെയും സമാധാന ഉടമ്പടികളെയും കുറിച്ചാണ്. എന്നാൽ ചരിത്രരേഖകളിൽ നിന്ന് മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ ചില നിഗൂഢ സത്യങ്ങളുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ കൈകൾ. ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ വെല്ലുവിളിച്ച 9 വ്യക്തികൾ. അവർക്ക് നേരിടേണ്ടി വന്നത് ഒരേ വിധി തന്നെയായിരുന്നു. അതൊരു യാദൃശ്ചികതയായിരുന്നോ അതോ ആസൂത്രിതമായ നീക്കങ്ങളോ? നമുക്ക് അമേരിക്കയിൽ നിന്ന് തുടങ്ങാം. എബ്രഹാം ലിങ്കൺ. ആഭ്യന്തര യുദ്ധകാലത്ത് വിദേശ ബാങ്കുകളുടെ പലിശക്കെണിയിൽ വീഴാതിരിക്കാൻ അദ്ദേഹം സ്വന്തമായി ഗ്രീൻ ബാക്സ് എന്ന കറൻസി പുറത്തിറക്കി. ബാങ്കിംഗ് ലോബികളുടെ ലാഭം തടഞ്ഞ ലിങ്കൺ യുദ്ധം ജയിച്ച് 5-ാം ദിവസം വെടിയേറ്റു മരിച്ചു. പിന്നീട് വന്ന വില്യം മക്കിൻലി. സ്വർണാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയെ മുറുകെ പിടിച്ച അദ്ദേഹത്തെ ഒരു അരാജകവാദി വധിച്ചു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ഒരു സ്വകാര്യ സെൻട്രൽ ബാങ്കിന് വഴിയൊരുക്കുക. 1912-ലെ ടൈറ്റാനിക് ദുരന്തം അതൊരു മഞ്ഞുമലയിൽ തട്ടി തകർന്ന കപ്പൽ മാത്രമായിരുന്നില്ല. ആ കപ്പലിലുണ്ടായിരുന്ന 3 പേരെ ലോകം ശ്രദ്ധിക്കണം: ജോൺ ജേക്കബ് ആസ്റ്റർ, ബെഞ്ചമിൻ ഗുഗൻഹൈം, ഇസിഡോർ സ്ട്രോസ്. അമേരിക്കയിൽ ഒരു സെൻട്രൽ ബാങ്ക് വരുന്നതിനെ എതിർത്ത ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. JP മോർഗന്റെ ഉടമസ്ഥതയിലുള്ള ടൈറ്റാനിക്കിൽ ഇവർ 3 കൊല്ലപ്പെട്ടതോടെ തടസ്സങ്ങൾ നീങ്ങി. തൊട്ടടുത്ത വർഷം 1913-ൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് സ്ഥാപിതമായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജോൺ F കെന്നഡി ആ ധൈര്യം കാണിച്ചു. ഫെഡറൽ റിസർവിന്റെ അധികാരം ഇല്ലാതാക്കാൻ എക്സിക്യൂട്ടീവ് ഓർഡർ 11-110 അദ്ദേഹം ഒപ്പുവെച്ചു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ഡള്ളാസിലെ തെരുവുകളിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റു വീണു. അദ്ദേഹത്തിന് പിന്നാലെ വന്ന ബാങ്കിംഗ് വിമർശകരായ ഹ്യൂ ലോങ്ങും ലൂയിസ് മക്ഫാഡനും കോൺഗ്രസ് അംഗം ലാറി മക്ഡൊണാൾഡും ദുരൂഹ സാഹചര്യങ്ങളിൽ ഇല്ലാതാക്കപ്പെട്ടു. ഈ പോരാട്ടം അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആഫ്രിക്കയുടെ വിമോചകൻ തോമസ് സങ്കാര ലോകബാങ്കിന്റെ കടക്കെണിയെ തള്ളിപ്പറഞ്ഞു. 37-ാം വയസ്സിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ഒടുവിൽ ലിബിയയുടെ മുഅമ്മർ ഗദ്ദാഫി. എണ്ണ വ്യാപാരത്തിന് ഡോളറിന് പകരം സ്വർണാധിഷ്ഠിത ആഫ്രിക്കൻ ദിനാർ കൊണ്ടുവരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡോളറിന്റെ ആധിപത്യം തകരുമെന്ന ഭീതിയിൽ പാശ്ചാത്യ ശക്തികൾ ലിബിയയെ തകർത്തു. ഗദ്ദാഫിയെ ക്രൂരമായി കൊലപ്പെടുത്തി. സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം ഒരേ അന്ത്യം. ഇത് വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണോ അതോ പണത്തിന്റെ അധികാരം കയ്യിലുള്ളവർ ലോകത്തെ ഭരിക്കുന്നതിന്റെ തെളിവുകളോ? സത്യം എപ്പോഴും മൂടിവെക്കപ്പെടും, നാം ചോദ്യങ്ങൾ ചോദിക്കുന്നതുവരെ.